കിട്ടുന്ന കാണുമ്പോൾ കൃത്യമായിട്ട്. ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എത്തിച്ചേർന്ന ഒരു പ്രധാന സ്ഥലത്തെപ്പറ്റി പറഞ്ഞിരുന്നല്ലോ. ഗ്ലാഡിയേറ്റർ സിനിമയിലെ ക്ലൈമാക്സ് ഭാഗം ഷൂട്ട് ചെയ്ത ഇടം. ടസ്കൻ സീരീസിലെ 6ാമത്തെയും അവസാനത്തെയും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഇടം മാത്രമല്ല, വാൽഡിവർഷ റീജിയനിലെ മുഴുവൻ പ്രദേശങ്ങളും യുനെസ്കോ പൈതൃക പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. സിനിമയിൽ കാണുന്ന ഈ ഇടം ഈ നിലയ്ക്ക് നിലനിർത്തുന്നതിൽ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. വർഷങ്ങൾക്കിപ്പുറവും എല്ലാം അണുവിട തട്ടാതെ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തും പിന്നീട് സിനിമയിലെ പല ഭാഗങ്ങൾ പിന്നെയും എടുത്തു നോക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. വന്നെത്തിയിരിക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ടൗണിലാണ്. നല്ല വിശപ്പുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ടൗണിന് പുറത്ത് കാർ പാർക്ക് ചെയ്ത് പതുക്കെ നടക്കാൻ ആരംഭിച്ചു. പിന്നീട് ഈ കഫേ കണ്ണിൽപ്പെട്ടു. ഇറ്റാലിയനിൽ ഡോൾച്ചെ എന്നാൽ മധുരം എന്നാണ് അർത്ഥം. ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് പൊതുവെ മധുരമേറിയതാണ്. ഫ്രാൻസിൽ ഈ വിഭവത്തിൻ്റെ പേര് ക്രൊസോന്ത് എന്നാണ്. ഇറ്റലിയിലെത്തുമ്പോൾ ഇത് കോർണത്തോയായി മാറുന്നു. അങ്ങനെ പല ഫ്ലേവറുകളിൽ നിങ്ങൾക്ക് കോർണത്തോ ലഭിക്കുന്നു, എല്ലാം മധുരമുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പതുക്കെ ആ പ്രദേശത്ത് നടക്കാൻ തുടങ്ങി. വളരെ മനോഹരമായൊരു സ്ഥലം. വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ഈ ടൗൺ അതേപടി നിലനിർത്തി പോരുന്നത്. ചുറ്റും പോയറ്റിക്കായ കാഴ്ചകൾ മാത്രം. ഇപ്പോൾ സമ്മറാണ്, അതുകൊണ്ട് തന്നെ ജാക്കറ്റും മറ്റുമില്ലാതെ ഇവിടെ ഈസിയായി നടക്കാം. കുറച്ച് സമയം കൊണ്ട് ആ ടൗൺ മൊത്തം നടന്നു തീർക്കാൻ പറ്റി. പ്രഭാതം ആരംഭിച്ചിട്ടേയുള്ളൂ, അതുകൊണ്ട് തന്നെ ടൗണിൽ അധികം ആളുകളെ കാണാനുമില്ല. ഇനി ടസ്കനിയിൽ നിന്നുമുള്ള മടക്കമാണ്. ഒരുപക്ഷെ ഇനിയും മടങ്ങിപ്പോരാൻ അവസരം ലഭിച്ചാൽ ഞാൻ എന്തുകൊണ്ടും ടസ്കനിയെ തിരഞ്ഞെടുക്കും. കണ്ണെത്താ ദൂരം പരന്നുകിടക്കുന്ന പുൽമേടുകളും നിരവധി വൈവിധ്യങ്ങളുള്ള മുന്തിരിത്തോപ്പുകളും ഇവിടുത്തെ മാത്രം കാഴ്ചയാണല്ലോ.